ഐ എം ബാക്ക് മൈ വ്യൂവേഴ്സ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഉണ്ടപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചാണ് ഞാൻ നടത്തൊട്ട് വീഡിയോ ഇടില്ല. ഞാൻ ഇന്നലെ രാത്രി തന്നെ വിചാരിച്ച് ക്യാമറയൊക്കെ വിറ്റ് സമാധാനമായിട്ട് എവിടെയെങ്കിലും പോവാം. കാരണം എനിക്കൊന്നും ഇതിനൊരു മീനിങ് തോന്നിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യത്തിന് വേണ്ടി ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് തോന്നി. നമ്മളെ ചാലഞ്ചിൻ്റെ 27-ാമത്തെ ദിവസമാണ് 100 ഡേ പോസ്റ്റിംഗ് ചാലഞ്ചിൻ്റെ. അപ്പോൾ പടക്കമൊക്കെ പൊട്ടിക്കുന്ന കാരണം എനിക്ക് വീഡിയോ ഇടാൻ ആദ്യമൊന്നും പറ്റിയില്ല. ഞാൻ ഒരു ടോപ്പിക് എടുത്ത് വെച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ സൗണ്ടിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഒരു ടോപ്പിക് സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചു. 9 മണി വരെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇത് പൊട്ടിക്കാനൊന്നും നിർത്തുന്നില്ല. പോസ്റ്റ് ചെയ്തതിൽ പറ്റൂ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ച് വന്നതാണ്. പ്രത്യേകിച്ചൊന്നും വിഷയമൊന്നുമില്ല. അപ്പോൾ കാണാൻ വന്നവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം. ഇന്നലത്തെ നെഗറ്റിവിറ്റി മാറിയതിൻ്റെ കാര്യം രാവിലെ ഉറക്കഴിച്ചപ്പോൾ ഞാൻ ആലോചിച്ച് ഒരു 50 വയസ്സ് വരെ മാക്സിമം ഞാൻ പോയാലായി. അതുവരെ പോകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നാളെ കഴിയുമ്പോൾ ഞാൻ ചത്തുപോകും. അപ്പം ഇങ്ങനെയുള്ളൊരു ചെറിയ ജീവിതത്തിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ നെഗറ്റിവിറ്റി അടിച്ചിരിക്കുന്നത്? അപ്പോൾ ഉള്ള ദിവസം ചില്ലായിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുക, ഇഷ്ടപ്പെട്ടതുപോലെയൊക്കെ അങ്ങ് ജീവിക്കുക. നാളെ എന്തെന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ആഗ്രഹിക്കുന്നു, നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉറക്കൊഴിക്കണമെന്ന് നിർബന്ധമില്ല. ജീവിക്കുമ്പം ഇഷ്ടത്തിന് ജീവിക്കുക, നമ്മളെ സന്തോഷത്തിനെ നശിപ്പിക്കാൻ വന്നവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ജീവിക്കുക. അതാണ് പോളിസി. അപ്പോൾ നാളെയും എനിക്ക് തോന്നുന്നു നാളെയും പടക്കം പൊട്ടിക്കലും ബഹളമായിരിക്കും. അതുകൊണ്ട് 2 ദിവസത്തേക്ക് വലിയ കണ്ടൻറ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സൗണ്ട് കുറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ടോപ്പിക്കായിട്ട് വരാം. ഇല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെറിയൊരു കാര്യം വന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകും. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ റീസൺ അതാണ്. ഇത് ഞാൻ എൻ്റെ അടുത്ത് തുടങ്ങിയ ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഡ്രീം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഇതുപോലുള്ള ഡിസ്റ്റർബൻസ് പലതും ഉണ്ടാവും. നമ്മളുടെ കാര്യം ചെയ്യണം. മറ്റുള്ളവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. വിജയ് പറയൂലേ, ഒരു നദി പൊക്കോണ്ടിരിക്കുമ്പം കല്ലെറിയുന്ന ആൾക്കാരും ഉണ്ടാവും, വണങ്ങുന്ന ആൾക്കാരും ഉണ്ടാവും. നമ്മളെന്ത് ചെയ്യണം? നദി പോലെ പൊക്കോണ്ടിരിക്കണം. പടകം പൊട്ടിക്കുകയും തെറി വിളിക്കാനൊക്കെ ഒരുപാട് പേര് വരും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് അങ്ങ് പോവുക. പറയാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് അങ്ങ് പോവുക. അവന്മാരവിടെ കിടന്ന് തെറി വിളിക്കും, പടകം പൊട്ടിക്കും, ബഹളം ഉണ്ടാക്കും. നമ്മളതൊന്നും ചെയ്യാനേ കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഗോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. എന്ത് വന്നാലും നിങ്ങൾ മൈൻഡ് ചെയ്യാതെ ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഈ പടകം പൊട്ടിക്കുന്നേക്കാളും ലൗഡായിരിക്കണം നാളെ നിങ്ങളുടെ സക്സസ്. നമ്മളുടെ സക്സസ് കൊണ്ട് ഇവന്മാരെ അടക്കിയിരുത്തണം. അപ്പോൾ ഇതുപോലത്തെ പടകം പൊട്ടിച്ചടക്കണം മണ്ടന്മാർ നാളെയും പടകം പൊട്ടിച്ചുകൊണ്ട് കിടക്കും. നമ്മളെപ്പോലുള്ളവരെന്ത് ചെയ്യണം? നമ്മളുടെ ഡ്രീമിനെ ഫോക്കസ് ചെയ്ത് നമ്മളുടെ സക്സസ് ലൗഡാക്കണം. അതുപോലെ ഇവന്മാരെ പോലെ പടക്കം പൊട്ടിച്ചല്ല, സക്സസ് ലൗഡാക്കി നമ്മൾ സെറ്റ് ആവണം. ദീപാവലി ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്, നോട്ട് എ ഫെസ്റ്റിവൽ ഓഫ് നോയ്സ്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ.